ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾ തലമറയ്ക്കണമെന്ന നിർദ്ദേശം കർശനമായി നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ ഇറാൻ. ഇതിന് തയ്യാറാകാത്ത സ്ത്രീകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി പ്രത്യേക ക്ലിനിക്കുകൾ സ്ഥാപിക്കുമെന്ന് ഭരണകൂടം വ്യക്തമാക്കി. സ്ത്രീ കുടുംബക്ഷേമ മന്ത്രാലയം മേധാവി മെഹരി തലേബി ദരേസ്ഥാനിയാണ് ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്ക് എന്ന പേരിൽ സർക്കാർ ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ്. ദുരാചാരങ്ങൾ തടയാൻ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ ചികിത്സയാകും ക്ലിനിക്ക് വഴി ലഭ്യമാക്കുക എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിനിയെ അറസ്റ്റ് ചെയ്ത് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതിന് പിന്നാലെയാണ് ഇറാന്റെ പുതിയ പ്രഖ്യാപനം. ഹിജാബ് ധരിക്കാത്തതിന് സെക്യൂരിറ്റി ഗാർഡുകൾ മർദ്ദിച്ചതിനെ തുടർന്നായിരുന്നു പെൺകുട്ടി സർവകലാശാല ക്യാമ്പസിൽ വസ്ത്രമഴിച്ച് പ്രതിഷേധിച്ചത്. ഇറാന്റെ പുതിയ നീക്കത്തിനെതിരെ രാജ്യത്തിനകത്തും പുറത്തും കടുത്ത പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കങ്ങൾ ഇറാൻ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമാണ് ഈ തീരുമാനമെന്ന് വനിതാ അവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നു. ഹിജാബ് ധരിക്കാത്തവരെല്ലാം മനോരോഗികളും തെറ്റുകാരുമാണ് എന്ന് സ്ഥാപിക്കുന്നതിനുള്ള നീക്കമാണ് നടക്കുന്നത്. ചികിത്സയ്ക്കായിട്ടല്ല ഹിജാബ് ധരിക്കാത്ത സ്ത്രീകളെ ജയിലിലിടാനുള്ള കേന്ദ്രമായിട്ടാകും ഈ ക്ലിനിക്ക് പ്രവർത്തിക്കുകയെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിഷേധക്കാരെ മാനസിക രോഗികളായി മുദ്രകുത്തി പീഡിപ്പിക്കുകയും നിർബന്ധിതമായി ചികിത്സിക്കുകയും ചെയ്യുന്ന ഇറാന്റെ ഈ നടപടിക്കെതിരെ ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള മനുഷ്യാവകാശ ഗ്രൂപ്പുകളും രംഗത്ത് വന്നിട്ടുണ്ട്. ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്ക് എന്നാണ് പുതിയ ചികിത്സാ കേന്ദ്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഈ ക്ലിനിക്കുകൾ സ്ത്രീകൾക്ക് ഹിജാബ് വിഷയത്തിൽ ശാസ്ത്രീയവും മാനസികവുമായ ചികിത്സ നൽകുമെന്നാണ് ഇറാൻ ഭരണകൂടം പറയുന്നത്. അലി ഖൊമേനിയുടെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിലാണ് ടെഹ്റാൻ ആസ്ഥാനമായിട്ടുള്ള വനിതാ കുടുംബ വകുപ്പ് പ്രവർത്തിക്കുന്നത്. ഇറാനിൽ ഉടനീളം പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം നിയന്ത്രിക്കുന്നതിൽ കർശനമായ മതപരമായ നിയന്ത്രണങ്ങൾ നിർവചിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംഘടനയുടെ ചുമതല. എന്നാൽ അലി ഖൊമേനിയുടെ കിരാതമായ ഭരണം കാരണം ഇറാനിലെ വലിയ ഒരു പക്ഷം ജനത മതം ഉപേക്ഷിച്ചിരിക്കുന്നു. അവർക്ക് അവരെ വരിഞ്ഞു കെട്ടുന്ന, അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന, വ്യക്തിത്വ വികാസത്തിന് തടസ്സം നിൽക്കുന്ന ഈ ഭരണകൂട ഭീകരതയുടെ മതനിയമങ്ങൾ പേറാൻ താല്പര്യമില്ല. ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ എത്രമാത്രം ഊളിയിട്ടിറങ്ങാമെന്ന് ഖൊമേനിയുടെ മതനിയമം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യതകളിലേക്ക് വസ്ത്രം എന്ത് ധരിക്കണം, എന്ത് പഠിക്കണം, എന്ത് ജോലി ചെയ്യണം, എന്ത് കഴിക്കണം, എന്ത് പറയണം, എന്ത് ചെയ്യണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് വാനലോകത്തിരിക്കുന്ന രക്ഷിതാവാണെങ്കിൽ ആ രക്ഷിതാവിനെ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഖുർആൻ കൂട്ടിയിട്ട് കത്തിക്കുന്ന നിലയിലേക്ക് ഇറാനിലെ ജനത മാറിയിരിക്കുന്നു. അവരുടെ വീടുകളിൽ നിന്നും മതഗ്രന്ഥങ്ങളില്ല, ഖുർആനുകളില്ല, ഹദീസുകളില്ല, ഇസ്ലാമിൻ്റെതായിട്ടുള്ള ഒരു ചിഹ്നങ്ങളുമില്ല. മുടിമുറിച്ചും ഹിജാബും അതുപോലെ പർദ്ദകളും ഇസ്ലാമിക ഗ്രന്ഥങ്ങളും ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയാണിന്ന് ഇറാൻ ജനത. 85 വയസ്സിലും ലോകത്തെ വിറപ്പിക്കുന്ന കടൽ കിഴവൻ എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയെ വിശേഷിപ്പിക്കപ്പെടുന്നത്. പറയുമ്പോൾ ജനാധിപത്യ രാജ്യമാണെങ്കിലും ഇറാനിൽ പ്രസിഡന്റിനേക്കാൾ മുകളിലാണ് പരമോന്നത നേതാവ്. ഇന്ന് ആഗോള ഇസ്ലാമിക രാജ്യങ്ങളുടെ നേതൃത്വവും ഈ നേതാവിന് തന്നെയാണ്. സാദാ മൗലവിയിൽ നിന്ന് പരമോന്നത നേതാവിലേക്ക് എത്തിയ ആയത്തുള്ള അലി ഖൊമേനി ഇക്കഴിഞ്ഞ മാസമാണ് ഒരു കൈയിൽ തോക്കുമായി മറുകൈയിൽ ഗ്രന്ഥവുമായി ഇസ്രായേലിനെതിരെ വെള്ളിയാഴ്ച പ്രസംഗവുമായി രംഗത്തെത്തിയത്. ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ നമ്പർ 1 പേര് കൂടിയാണ് ഈ വയോധികനായ ആയത്തുള്ള അലി ഖൊമേനിയുടേത്. ഇപ്പോഴിതാ മകനെ പരമോന്നത നേതാവാക്കി അലി ഖൊമേനി വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്നതിന്റെ വാർത്തകളാണ് പുറത്തു വരുന്നത്. തന്റെ പിൻഗാമിയായി 2ാമത്തെ മകൻ മുജ്തബ ഖൊമേനിയെ തെരഞ്ഞെടുക്കുന്നു എന്നാണ് ജെറുസലേം പോസ്റ്റ് എന്ന ഇസ്രായേൽ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. അതീവ രഹസ്യമായിട്ടായിരുന്നു നടപടിയെങ്കിലും ഇസ്രായേൽ അത് മണത്തറിഞ്ഞു. 85-കാരനായ അലി ഖൊമേനി ഉടൻ സ്ഥാനമൊഴിയുമെന്നും പിതാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ മകനെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നടത്തിയേക്കുമെന്നുമാണ് ഇസ്രായേൽ പത്രം എഴുതുന്നത്. ഖൊമേനിയുടെ നിർദ്ദേശപ്രകാരം സെപ്റ്റംബർ 26-ാം തീയതി അതീവ രഹസ്യമായി നടന്ന യോഗത്തിലാണ് പിൻഗാമിയെ സംബന്ധിച്ച തീരുമാനമുണ്ടായത്. യോഗത്തിലെ വിവരങ്ങൾ പുറത്തുവിട്ടാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഖൊമേനി അംഗങ്ങളെ ഭീഷണിപ്പെടുത്തിയതായി റിപ്പോർട്ടുണ്ട്.
5 ആഴ്ചയ്ക്ക് ശേഷം ഇറാൻ ഭരണകൂടത്തിന്റെ എതിരാളികളായ മാധ്യമമാണ് ആദ്യ വിവരം പുറത്തുവിട്ടത്. ഇറാന് നിഷേധിക്കാനാകാത്ത വിധം സത്യസന്ധമായിരുന്നു വാർത്ത. ഖൊമേനിയുടെ മകൻ പരമോന്നത നേതാവാകുന്നതിൽ ഇറാൻ ഭരണകൂടത്തിൽ എതിർപ്പുകളുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടിട്ടാണ് വിവരം രഹസ്യമായി സൂക്ഷിക്കാൻ ഖൊമേനി തീരുമാനിച്ചത്. ഔദ്യോഗിക പദവിയില്ലെങ്കിലും കഴിഞ്ഞ 2 വർഷമായി ഇറാനിയൻ ഭരണകൂടത്തിലെ തന്ത്രപരമായ പല തീരുമാനങ്ങൾക്ക് പിന്നിൽ മുജ്തബ ഖൊമേനിയാണ് എന്ന് പറയപ്പെടുന്നു. പിതാവിനെ മുൻനിർത്തി മകനായിരുന്നു ഇറാൻ ഭരിച്ചിരുന്നത്. തീവ്ര മതവാദിയും പരിഷ്കരണ വിരുദ്ധനുമായ ഇദ്ദേഹമാണ് ഹിജാബ് സമരമടക്കം ആളിക്കത്തിച്ചതും അവരെയൊക്കെ കൊന്നൊടുക്കി അടിച്ചമർത്തിയതും എന്ന ആക്ഷേപമാണ് ഇറാൻ ജനത മുന്നോട്ട് വെക്കുന്നത്. 1939 ഏപ്രിൽ 19 ഇറാനിലെ മഷദ് പട്ടണത്തിലാണ് ആയത്തുള്ള അലി ഖൊമേനിയുടെ ജനനമെന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു സാധാരണ മൗലവി മാത്രമായിരുന്നു തുടക്കത്തിൽ ഇയാൾ. പക്ഷേ ഖുർആനോദിയും തഫ്സീറുകൾ വ്യാഖ്യാനിച്ചും ജീവിതം ചെലവിടുന്ന ഒരു സാധാരണ മൗലവിയായി ഒതുങ്ങാൻ ഖൊമേനി തയ്യാറായിരുന്നില്ല. അയാൾ ഇംഗ്ലീഷും പേർഷ്യനും അറബിയും എല്ലാം പഠിച്ചതുപോലെ യുദ്ധതന്ത്രങ്ങളും സൈനിക രീതികളും പഠിച്ചു. തോക്കെടുത്ത പുരോഹിതനെന്നാണ് അയാൾ ഒരു കാലത്ത് അറിയപ്പെട്ടിരുന്നത്. മതകർക്കശ്യത്തിന്റെ കാര്യത്തിൽ 55-കാരനായ മകൻ മുജ്തബ ഖൊമേനി പിതാവിനെ കടത്തിവെട്ടുമെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. പിതാവിനെ മുൻനിർത്തി ഹിജാബ് സമരത്തിലടക്കം പല നിർണായക തീരുമാനങ്ങളും എടുത്തത് മുജ്തബ ഖൊമേനിയായിരുന്നു. ഇറാൻ പ്രസിഡന്റ് അടക്കമുള്ള വിവിധ രാജ്യങ്ങളുമായി സമാധാനത്തിൽ പോകാമെന്നും അല്പം പരിഷ്കരണമാകാമെന്നും വാദിക്കുന്നവരാണ് ഇറാൻ ജനത. എന്നാൽ മുജ്തബ ഖൊമേനിയെ അതിനൊന്നും കിട്ടില്ല. ഇറാനെ ഈ രീതിയിൽ പിന്നോട്ടടിപ്പിച്ചതിന് പിന്നിൽ മുജ്തബ ഖൊമേനിയുടെ മതനിലപാടുകളാണ് എന്നാണ് ഇറാൻ ജനത ഒന്നടങ്കം അവകാശപ്പെടുന്നത്. 1987 മുതൽ 88 വരെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ മുജ്തബ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2009 തെരഞ്ഞെടുപ്പിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സൈനിക തന്ത്രത്തിന് പിന്നിലെ ബുദ്ധി കേന്ദ്രം ഇയാളായിരുന്നു. മുജ്തബ ഇറാനിയൻ പ്രസിഡന്റ് മുഹമ്മദ് അഹമ്മദ് നജാദുമായി അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. 2005, 2009 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പുകളിൽ അഹമ്മദ് നജാദിനെ അദ്ദേഹം പിന്തുണച്ചു. 2009 ജൂണിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെതിരെയുള്ള അടിച്ചമർത്തലിൽ അർദ്ധസൈനിക വിഭാഗമായ ബാസിജിന്റെ ചുമതല മുജ്തബ നേരിട്ട് വഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പേരെവിടെയും വന്നിട്ടില്ല. പിൽക്കാലത്ത് ഇദ്ദേഹം അഹമ്മദ് നജാദുമായി ഇടഞ്ഞു എന്നതും വേറെ കാര്യം. ഇറാൻ ജനതയെ വെച്ച് നോക്കിയാൽ ഇവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ കൂച്ചുവിലങ്ങിടപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇപ്പോഴിതാ ഹിജാബ് ധരിക്കാത്തവരെ മാനസിക രോഗികളായി ചികിത്സിക്കുന്ന അവസ്ഥ പോലും ഇറാനിൽ വന്നിരിക്കുന്നു. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇറാൻ നടത്തിയിരിക്കുന്നത്. ഇതിന് പിന്നിലും മുജ്തബ ഖൊമേനി എന്ന 55-കാരനായ വ്യക്തിയാണ്. ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്ക് എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നത്. സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയോ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയോ ചെയ്താൽ അവരെ മാനസിക രോഗികളായി മുദ്രകുത്തി ചികിത്സിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഉത്തരവിന് പിന്നിലും മുജ്തബ തന്നെയാണ് എന്നാണ് ഇറാൻ ജനത ആരോപിക്കുന്നത്. ചുരുക്കത്തിൽ എരിചട്ടിയിൽ നിന്ന് വറചട്ടിയിലേക്ക് എന്ന അനുഭവമാണ് ഇറാൻ ജനതയ്ക്ക് ഇനി വന്നുകൊണ്ടിരിക്കുന്നത്. നന്ദി.